Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. So, first of all, Happy New Year to all. Happy New Year, everyone. Happy New Year, ma'am. 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 Okay. Yeah, Happy New Year. How was your New Year celebration? മാം സൗണ്ട് കുറച്ച് ക്ലിയർ അല്ല. മാമിന്റെ വോയിസ് കുറച്ച് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. Hello. It's great. Okay, now it's clear? Yes, ma'am. Yeah, clear. Okay. അപ്പൊ എന്തൊക്കെയുണ്ടായിരുന്ന വിശേഷങ്ങൾ പറയൂ. ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? സെലിബ്രേറ്റ് ചെയ്തോ? എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുത്തോ? പറയൂ. ഒന്നുമില്ല. ഒന്നുമില്ല. Yes. I enjoyed the New Year celebration yesterday night. Okay. I went to the global village, and also I can see. I could see the celebration at the Burj Khalifa. So, Big fireworks there. It's amazing. okay. അപ്പോ ഞങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ന്യൂ ഇയർ ആയിരുന്നു അല്ലെ? എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തു. Thank you. നജുവ. ഓക്കെ നജുവ. പേര് മറക്കില്ലേ? Okay. ഓക്കെ അപ്പോ ബാക്കി എല്ലാവരും ആ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ആക്റ്റീവ് ആണ് എല്ലാവരും? റെഡി ആണോ? ബോറിംഗ് ആയോ ഇംഗ്ലീഷ്? അല്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ. പേജ് നമ്പർ, ഇനി പേജ് നമ്പർ ചോദിച്ചാലുണ്ടല്ലോ. അപ്പൊ അത് ഫസ്റ്റ് ടൈം ആണ് ക്ലാസ്സിൽ കയറുന്നത് ആണോ? ഇത് ടെക്സ്റ്റ് അല്ല കേട്ടോ, ടെക്സ്റ്റ് ഒന്നും ഇല്ല. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, തന്നെ നോട്ടാണേ. പേജ് നമ്പർ ഒന്നുമില്ല. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മളെന്താ പഠിച്ചേ? നൗൺ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? Proper noun, common noun. Noun, abstract noun, collective noun, countable noun, uncountable. ഓക്കെ. കളക്റ്റീവ് നൗൺ നോട്ട് കിട്ടിയിരുന്നു? ഇല്ലല്ലോ. കിട്ടിയോ? ആരും നോക്കിയല്ലേ? നോക്കി കിട്ടിയോ? സീരിയസ്ലി കിട്ടിയോ? കളക്റ്റീവ് നൗൺ നോട്ട് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷുവർ. യെസ് ഓർ നോ? ഒരു ഓർമ്മ ഓൺ ചെയ്തു. ക്ലാസ് റൂമില്, ഇംഗ്ലീഷ് ക്ലാസ് റൂമില് കളക്റ്റീവ് നൗൺ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ? സ്ക്രീനിൽ നോക്കി എഴുതിയ അല്ലാതെ കണ്ടില്ല അല്ലേ? അപ്ലോഡ് ചെയ്തിട്ടില്ല. എങ്ങനെ കാണാൻ നിങ്ങള്? ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ കളക്റ്റീവ് നോട്ട്. ഓക്കെ, അപ്പോ അപ്ലോഡ് ചെയ്യൂട്ടോ. ക്ലാസ്സിൽ ആദ്യമാണല്ലേ? എനിക്ക് തോന്നി കേട്ടോ. പേജ് നമ്പർ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ക്ലാസ്സിൽ ആദ്യമായിരിക്കും. ഓക്കെ, അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺസ് വി ഓൾറെഡി taught. Okay,
ഇനി എന്താണ്? What is next? Noun കഴിഞ്ഞ പിന്നെ എന്താ പഠിക്കുക? pronoun. Pronoun. Yeah, pronoun. What is pronoun? No? നമ്മളിന്റെ പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. Yeah, നമുക്ക് പകരം ഉപയോഗിക്കുന്ന വാക്ക്. Okay, okay. Again പേജ് നമ്പർ ആണല്ലോ, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. ഓക്കെ, ഇനിയും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടോ? ആദ്യമായിട്ട് ഇംഗ്ലീഷ് ക്ലാസ് കാണുന്നവരുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇതേപോലെ. അതെ, ഓക്കെ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, ശ്രദ്ധിച്ചിരിക്കൂ. ആദ്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ എത്ര പേരുണ്ട്? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ആദ്യമായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ എത്ര പേരുണ്ട്? ഷിഫ്നത്ത് ഉണ്ട്, അബ്സീന, രണ്ടുപേരേ ഉള്ളൂ. റാണി, റാണി, ഓക്കെ. നീ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് നമുക്ക് ഈ ബാച്ചിൽ അല്ലെങ്കിൽ കോഴ്സില് ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് മാത്രമല്ല എക്സാം ഇല്ല കേട്ടോ, ഇംഗ്ലീഷിന് എക്സാം ഒന്നുമില്ല. ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കുറച്ച് ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഗ്രാമറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാമർ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലൊക്കെ പോവുക. സോ കാരണം ആർക്കും ഗ്രാമർ അത്ര അറിയില്ല, പൊതുവേ എല്ലാവർക്കും ഗ്രാമർ അറിയില്ല. ഗ്രാമർ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിതൗട്ട് എനി മിസ്റ്റേക്സ്. ഓക്കെ, സോ if you want to study English or speak English, you can join with us. Okay, clear? മനസ്സിലായാലോ? ഇത്രയേ ഉള്ളൂ, ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് ഇതേ പറയാനുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നൗണിന്റെ ക്ലാസ് കഴിഞ്ഞു. പറ്റുവാണെങ്കിൽ റെക്കോ ക്ലാസ് ഒന്ന് കണ്ടു കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അപ്പോ നമ്മുടെ എന്താണ് നൗൺ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ പ്രൊനൗണിലേക്ക് പോവാണ്. Pronoun എന്ന് പറയുന്നത്, pronoun is a word that modifies or pronoun is a word that is we can use the word instead of a noun. Okay, noun പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത്? pronoun എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോ നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് വിചാരിക്കും, ആർക്കാരും ഒരു പേരുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ എക്സാമ്പിൾ ഒരു പേര് മീര എന്നുള്ളത്, മീര. ഓക്കെ, നമ്മൾ മീരയെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കും. മീര എന്റെ ഫ്രണ്ടാണ്, മീരയെ കാണാൻ നല്ല ഭംഗിയാണ്, മീരക്ക് ഒരുപാട് മുടിയുണ്ട്, മീര നന്നായിട്ട് പഠിക്കും, മീര നന്നായിട്ട് ഡാൻസ് കളിക്കും, മീര നന്നായിട്ട് പാട്ട് പാടും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അങ്ങനെയാണോ പറയുന്നത് ശരിക്കും? ആദ്യത്തെ ഒരു വട്ടം മീര എന്ന് പറയും, പിന്നെയൊക്കെ ഷീ എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം മാത്രം നമ്മൾ പേര് പറയും, പിന്നെ അവളെന്നൊക്കെയാ പറയാ അല്ലെ? അപ്പോ പേരിന് പകരം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതാണ് എന്ത്? pronoun എന്ന് പറയുന്നത്. അപ്പൊ മീര എന്ന് പറയുന്ന ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ pronoun എന്തായിരിക്കും? pronoun. Then മെയിൽ ആണെങ്കിൽ നമ്മൾ he, then ഇനി ജെൻഡേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്മൾ എന്താ പറയാ? ജെൻഡേഴ്സ് ഇല്ല. അനിമൽസ് ഇറ്റ് പറയും. പിന്നെന്താണ്? ഇതൊക്കെയാണ് എന്റെ പ്രോണൗൺ എന്ന് പറയുന്നത്. ഒരുപാട് പ്രോണൗൺസ് ഉണ്ട്, പതിയെ പതിയെ പഠിക്കാം. ഏകദേശം സബ്ജക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ പതിയെ നമുക്ക് പഠിക്കാം കേട്ടോ. Okay, അതുകൊണ്ട് നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. Take your notebook and write down the rating, pronoun, and write down a brief note about the pronoun, what you understand. Okay, clear? With an example.
നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് പ്രോണൗണിനെ കുറിച്ച് നോട്ട് പോലെ നോട്ട് പോലെ നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് എഴുതി വെക്കും. ഞാനിപ്പോ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിൽ മനസ്സിലായത് നിങ്ങൾ ചെറിയൊരു നോട്ടായിട്ട് അല്ലെങ്കിൽ ചെറിയ നോട്ട് പോലെ നിങ്ങൾ പ്രോണൗണിനെ കുറിച്ച് കെട്ടിക്കൊടുത്ത് അത് എഴുതാട്ടോ. ഇതിന് ശേഷം എന്നോട് പറയാം. ഓക്കെ, കാരണം ആ നോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണം എന്താണ് പ്രോണൗൺ ഉള്ളത്, നിങ്ങൾക്ക് മനസ്സിലാകണം. കാരണം നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതുക. വേറെ ഒന്നുമില്ല, ആ നോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതാട്ടോ. ഇതിന് ശേഷം എന്നോട് പറയാം. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ്. യെസ് മിസ്. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ നൗണിൽ പഠിച്ചപ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചു നൗണിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ അറിയണോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് നൗൺ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് നൗൺസ് നമ്മൾ ക്ലാസ് എടുത്തത്. അതുപോലെ തന്നെയാണ് ആ സെയിം ചോദ്യം ഞാൻ എവിടെ ചോദിക്കുകയാണ്, പ്രോണൗണിനെ കുറിച്ച് ഇത്രയും അറിഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഒരുപാട് പ്രോണൗൺ ഉണ്ട്, ഇതിനെ കുറിച്ച് കൂടെ അറിയണം, എന്ത് വേണം? ജസ്റ്റ് എക്സ്പ്ലനേഷൻ തന്നാ മതി എന്ന് തോന്നുന്നു. ടൈപ്സ് ഓഫ് പ്രോണൗണില് ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ, എന്നാല് മനസ്സിലാവുന്നതിലും പറയാം. ജസ്റ്റ് ഞാൻ വേഗം പറഞ്ഞു പോകാണ് കേട്ടോ. അപ്പോ നൗണിൽ പറഞ്ഞ പോലെ അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് ഉള്ളെങ്കിൽ പോലും ഇവിടെ പ്രോണൗണിൽ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഏതാണ്? പേഴ്സണൽ പ്രോണൗൺ. സ്ക്രീൻഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കാം. The first one, a personal pronoun, and second one, reflexive pronoun, emphatic pronoun, demonstrative pronoun, distributive pronoun, indefinite pronoun, reciprocal pronoun, interrogative, relative pronoun. ഇങ്ങനെയാണ് ഈ 9 types of pronouns ഉള്ളത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ സബ്ജക്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കണമെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. കാരണം എല്ലാ പ്രോണൗൺസ് തന്നെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സെന്റൻസിൽ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോണൗൺസ് തന്നെയാണ് അല്ലെ. അത് നമ്മൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലിയർ ആയല്ലോ? 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് കണ്ടല്ലോ. നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, എഴുതിയെടുക്കാം. എഴുതി കഴിയുമ്പോ പറയാം. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉള്ളത്. ഇനി നമുക്ക് എന്താണ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോണൗൺ ആണ്. പേഴ്സണൽ പ്രോണൗൺ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാം പേഴ്സണലി നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീരയുടെ കാര്യം പറഞ്ഞപ്പോ മീര സോഫിയ സബ്ജക്റ്റ് ആണ്. ആ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് മീര എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെ. അപ്പൊ മീര എന്നായത് കൊണ്ട് തന്നെ അതൊരു നൗൺ ആണ്. നമുക്കറിയാം പേര് എവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നൗൺ ആണ്. പക്ഷെ ആ സബ്ജക്റ്റിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മുടെ സബ്ജക്ട് തന്നെ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ അവിടെ യൂസ് ചെയ്തത് പ്രോണൗൺ ആണെന്ന് മാത്രം. ഷീ ആണ് യൂസ് ചെയ്തത്. ഷീ ആണെങ്കിൽ നൗൺ ആണെങ്കിലും അതെന്താണ് സബ്ജക്റ്റ് ആണ്. ശരിയല്ലേ? ആ സെന്റൻസ് സബ്ജക്റ്റ് അല്ലേ ഈ മീര എന്ന് പറയുന്നത് ഷീ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അതെന്താണ് പേഴ്സണൽ പ്രോണൗൺ ആണ്. വേറെ ആരെയും കുറിച്ചിട്ടല്ല പറയുന്നത്. പേഴ്സണലി പറയുന്ന ആരെയും അല്ലെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കൂട്ടോ. അതില് പേഴ്സണൽ പ്രോണൗണിൽ തന്നെ 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോണൗൺസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ and second one is objective personal pronoun and third one possessive pronoun. Adjective അല്ല possessive pronoun. ഓക്കെ, അപ്പോ ഫസ്റ്റ് സബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ആസ് സബ്ജക്ട് ഇൻ ദ സെന്റൻസ്. ഞാൻ പറഞ്ഞ പോലെ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കും എന്ത് ഈ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അത് എന്തും ആകാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവൾ ആകാം, അവൻ ആകാം, അതോ ഇതോ എന്നൊക്കെ. അത് ഇതെന്ന് പറയും ഇറ്റ് നമ്മൾ കോമൺലി നമ്മൾ പറയുന്നതാണ്. സോ ഇറ്റ് ആകാം. ഇനി വേണമെങ്കിൽ അവർ എന്ന് പറയാറുണ്ട് നമ്മൾ അവർ. ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് അല്ലെ. സോ അതൊക്കെ എന്താണ് പറയുന്ന സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. വി ആകാം അല്ലെ. ഏതൊക്കെയാണ് വരാ? ഐ വരും, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. ഇതെല്ലാം ദീസ് ആർ ഓൾസോ ദ സബ്ജക്ട്. സബ്ജക്ട് എന്ന് പറയാട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സബ്ജക്റ്റ് ആണ്. ദാറ്റ്സ് ഓൾ. I, you, he, he, she is everybody. That's all. ഇതാണ് എന്റെ സബ്ജക്ട് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കൊള്ളും പേഴ്സണൽ പ്രോണൗണിനെ തന്നെ ഡിഫറെന്റ് 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോണൗൺസ് ഉണ്ട്. These are subjective personal pronoun, objective personal pronoun, possessive pronoun എന്ന് എഴുതാം. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത നോട്ട്സ് എഴുതുന്നുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയോ? എന്താണ് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ലോലി പറയാം. ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുക്കൂ. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക പേഴ്സണൽ പ്രോണൗൺ. മെയിൻ ഹെഡിങ് കൊടുക്കാം. പ്രോണൗൺ തന്നെ ഫസ്റ്റ് പ്രോണൗൺ ആണ് ഇൻ ദ പേഴ്സണൽ പ്രോണൗൺ. അത് പേഴ്സണൽ പ്രോണൗൺ ഹെഡിങ് കൊടുത്തിട്ട് പറയാം. പേഴ്സണൽ പ്രോണൗണിനെ 3 ഇങ്ങനെ എഴുതിയാൽ മതി. പേഴ്സണൽ പ്രോണൗൺ ഡിവൈഡഡ് ഇൻടു 3 പേഴ്സണൽ personal pronoun എന്ന് പറയുന്നത് personal pronouns are used instead of names of the person. പേഴ്സണൽ പകരം യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് ഇന്ന് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന നെയിം ആണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷൻ എഴുതെങ്കിൽ നിന്റെ ഡെഫിനിഷൻ എഴുതാം. ഓക്കെ, ഡെഫിനിഷൻ എഴുതിയോ? എന്നിട്ട് 3 ടൈപ്സ് എന്ന് എഴുതുട്ടോ. 3 types that are അങ്ങനെ എഴുതി അങ്ങനെ എഴുതാം. അതിന്റെ 3 പ്രോണൗൺ എഴുതാം. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ് എന്ന് 3 പ്രോണൗൺ എഴുതാം.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? 3 എഴുതി കഴിഞ്ഞു. നോട്ട്സ് എഴുതിയോ? അതില് ഇനി പേഴ്സണൽ പ്രോണൗൺ എന്താണെന്ന് എഴുതിക്കോളൂ കേട്ടോ. സോറി, സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്തൊക്കെയാണ് അത് എഴുതിക്കോളൂ. യൂസ്ഡ് ആസ് സബ്ജക്റ്റ് ഇൻ ദ സെന്റൻസ് ഈസ് എ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് എഴുതിയിട്ട് സബ്ജക്ട് ചെയ്താട്ടോ. ഏതൊക്കെയാണ്? ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി എന്ന സബ്ജക്ട് ചെയ്താണ്. എവരിബഡി വേണ്ട, ഐ യു വി ദേ ഹി ഷീ ഇറ്റ് അത് ഈ കാണുന്ന സബ്ജക്ട് ചെയ്തതാണ് എഴുതിയേക്കുക. Okay. Yeah. ഇതില് സിംഗുലറും പ്ലൂരലൊക്കെ അറിയാലോ, അത് നമുക്ക് പിന്നീട് തന്നെ നോക്കാം, കുഴപ്പമില്ല. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗൺ എഴുതും. ഒബ്ജക്റ്റ് യൂസ്ഡ് ആസ് ഒബ്ജക്റ്റ് ഇൻ ദ സെന്റൻസ്. ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. സെന്റൻസില് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നു. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതില് സബ്ജക്റ്റ് ഏതാണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് ഞാൻ, നിന്നെ ഒബ്ജക്റ്റ്. നിന്നെയാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴോ അതിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഏതാ? എന്നെയാണ് ഒബ്ജക്റ്റ് അല്ലെ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വരെ ഒബ്ജക്റ്റ് ആയിട്ട്? എന്നെ, നിന്നെ, അവന്റെ അവനെ, അവളെ, അതിനെ, ഞങ്ങളെ, അവരെ എന്നൊക്കെ പറയുന്നതിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ചെയ്തിക്കോളൂ. Me, you, him, her, it, us, them. ഇതൊക്കെയാണ് എന്ത്? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. ഓക്കെ, കഴിഞ്ഞോ? ഇനി നമ്മള് നേരത്തെ സബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗണിന്റെ എക്സാമ്പിൾ എഴുതിയില്ലല്ലോ. ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളൂട്ടോ. ഇവിടെ കൊടുക്കുന്ന എക്സാമ്പിൾ എഴുതി ഇത് മതി. ഹി ഈസ് എ ക്ലവർ ബോയ് അല്ലെങ്കിൽ ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് എഴുതാം. എന്നിട്ട് ആ സബ്ജക്റ്റിന് താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഹി ഈസ് എ ക്ലവർ ബോയ് എന്ന് എഴുതിയാൽ ഹീയുടെ താഴെ അണ്ടർലൈൻ ചെയ്യുക. അത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗണിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ആൻഡ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഷീ എന്ന് ആ സബ്ജക്റ്റിനെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഈ രണ്ട് എക്സാമ്പിൾ എഴുതാം, അതിന്റെ സബ്ജക്റ്റില് താഴെ അണ്ടർലൈൻ ചെയ്യാം. ഇത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. ഇനി ഒബ്ജക്റ്റിലേക്ക് വരാണെങ്കിൽ ഷീ ഹാസ് ഗൺ അല്ലെങ്കിൽ ടോൺസ് ടെൽ ഹിം അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയാം. ഓക്കെ, ഐ ലൈക്ക് ഹിം. ഇതൊക്കെ എന്താണ്?
ഒബ്ജക്റ്റ് ആണ്. സോ എവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റ് താഴെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ദം, ഹിം എന്നൊക്കെ പറയുന്നവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒബ്ജക്റ്റ് പേഴ്സണൽ പ്രൊനൗൺ താഴെയും എക്സാമ്പിൾ എഴുതി വെക്കാം. ഓക്കെ, കഴിഞ്ഞോ? നെക്സ്റ്റ് ഏതാണ്? പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ ആണ് അല്ലെ. പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ് ഓർ പൊസിഷൻ. പൊസിഷൻ കാണിക്കാനോ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോണൗൺ ആണ് ഇത് പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എഴുതാം, എക്സാമ്പിൾസ് എഴുതാം. ഇങ്ങനെയാണ് പൊസസീവ് ഓണർഷിപ്പ് എങ്ങനെയാ വരാ? എന്റെ, നിന്റെ, അവന്റെ, അവളുടെ, അവരുടെ, ഞങ്ങളുടെ പറയുന്നതാണ് എന്ത്? ഓണർഷിപ്പ്. അത് എന്റെ പേരെയാണ്, നിന്റെ വീടാണ്, അത് എന്റെയാണ്, നിന്റെയാണ്, അത് അവരുടെയാണ്, അത് ഞങ്ങളുടെയാണ് എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ഓണർഷിപ്പ്. അപ്പൊ അതെന്താ? പൊസസീവ് ആണ്. ഓക്കെ, അപ്പൊ അത് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതി വെക്കാം കേട്ടോ. മൈ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, our, they are. ഇതൊക്കെയാണ് എന്താ? പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ. Then example ചെയ്താ, my friend is a doctor, wash your hands, so this is my house. So my, your എന്നതിലേക്ക് താഴെ നമ്മൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഇപ്പൊ നമ്മൾ എഴുതിയ ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ കംപ്ലീറ്റ് ആയല്ലോ. എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. പേഴ്സണൽ നമ്മള് പ്രോണൗണിൽ തന്നെ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺ എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പ്രോണൗൺ ആണ് പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് പേഴ്സൺ, പേഴ്സണിന് പകരം യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. So personal pronoun divided into three. These are subject personal pronoun, object personal pronoun, and possessive personal pronoun. And the first one is a subject personal pronoun used as a subject in the sentence. Example: I, you, we, they, he, she, it's everybody. And object personal pronoun is used as an object in the sentence. Me. Me, you, him, her, it, us, them. And the last one is possessive personal pronoun. And used to show ownership or possession. They are my, your, his, her, it's our. They are. So that's our personal pronoun. Is it clear? Do you have any question about that? No? All clear? So
Okay, it's time for the presentation. But you understand how then about a personal pronoun? Can you present it? Anyone? In English or Malayalam? We can use both language. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പേഴ്സണൽ പ്രോണൗണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. സോ പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇനി അഥവാ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ച് മനസ്സിലാവാനുണ്ട് അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ പഠിച്ചിട്ട് പോകാം. ഇപ്പോഴേ നമ്മൾ പഠിക്കൂ. അല്ലാതെ നമ്മള് ഇംഗ്ലീഷിന് വേണ്ടിയുള്ള സമയം കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ചാൻസ് വളരെ കുറവാണ്. സോ ഇവിടെ വെച്ച് ഞാൻ പഠിച്ചിട്ട് പോവാം. ഓക്കെ, പ്രസന്റ് ചെയ്യാം. റെഡിയാണോ? സോ നെക്സ്റ്റ് യുവനി. Yeah, next യുവനി, if you are willing to present the topic, then I will call you one by one. Nobody is going to present. None. Yeah, Adira, yeah, very good. Okay, okay. Adira, പറയൂ കേട്ടോ. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കിട്ടുന്ന ചാൻസ് ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, Adira. നല്ല മിസ്. പറയൂ. പ്രോണൗണിലെ ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ പ്രോണൗൺ. അതിൽ ഒരു പേഴ്സന്റെ നെയിമിനെ പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പേഴ്സണൽ പ്രോണൗണിൽ വരിക. അത് 3 തരത്തിലുണ്ട്: സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആൻഡ് പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ. അതിൽ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രോണൗൺസിനെയാണ് സബ്ജക്റ്റീവ് എന്ന് പറയാം. അതിലെ എക്സാമ്പിൾസ് ദേ, ഐ, വി, യു, ഷീ, ഇറ്റ്, ഹി എക്സെട്ര. ഒബ്ജക്റ്റീവ് വരുമ്പോൾ ഒരു സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രോണൗൺസിനെയാണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ഹിം, മീ, യു, അസ്, ദം എക്സെട്ര. പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആണത്. അതിന് എക്സാമ്പിൾ മൈ, യുവർ, ഹിസ്, ഹെർ, ദയർ, അവർ. Okay, okay, Adira, clear. ഇനി നെക്സ്റ്റ് ആരാണ്? ഓക്കെ, അന്ന. Okay. Anna, are you there? Can you hear me? ഞാൻ ഡ്രൈവിംഗിലാണ് കേട്ടോണ്ടിരിക്കുന്നത്. Okay, okay, okay. Yeah, it's okay. Then who's next? എന്താണല്ലോ അത് പറയാൻ മടി? മനസ്സിലാവുന്നതാണോ? Good afternoon, ma'am. Yeah, Steffi, പറയൂ. My first one is personal pronoun. It instead of the name of person, and it categorizes 3 subject. First one, subjective personal pronoun. It is used to as a subject in the sentence. They are, I, you, he, she, it, we, they. Next one is objective personal pronoun. It's used as an object in sentence. There are me, you, him, her, it, us, them. It considered singular and plural. Singular, me, you, him, her, it. Plural, it, you, us, you, and them. And next one is possessive possession. Personal pronoun is used to show the ownership. Possessive, there are your, his, her, it, our, their. Example, my friend is a doctor. It's my is the possessive personal pronoun. Thank you.
ഓക്കെ, ഇത് പോസസീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പഠിച്ചാൽ മതി അവിടെ. അഡ്ജക്റ്റീവ് അങ്ങനെ നോക്കണ്ട കേട്ടോ. Okay. നെക്സ്റ്റ് ആരാ? ദേവിക. അക്സീന. 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 ആർദ്ര. ബിന്ദുജ. ബുഷ്ര. ഗുഡ് ആഫ്റ്റർനൂൺ. ബിന്ദുജ. മിസ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി, അതുകൊണ്ട് പകുതി കേട്ടില്ല. പറയാട്ടോ. നജുവ. Yes, ma'am. പറഞ്ഞാലോ? Okay, there are types of pronoun. First is the personal pronoun. We can classify 3 categories. The personal pronoun. First one is subjective pronoun. It is show the subject of the subjects that we use the I, we, you. These are the subjective pronoun. And second is objective pronoun. It shows the objects we use. Him, her, us. These are the objective pronouns. And final is possessive pronouns. It shows the ownership. These are the my, his, and her. I think his or her is the correct, ma'am, because I didn't notice it. Okay. I gave the example. This is my house. This is his cat. This is the ownership of the person. Okay. Am I right, ma'am? Okay, Najwa. Okay, thank you. Yeah, then Jinzy. Hana. ആരും മിണ്ടാത്തി ക്ലാസ്സിലുണ്ടോ? ജസ്റ്റ് ഓണാക്കി വെച്ച് പോയേക്കാണോ? എല്ലാവരും ഉണ്ടോ ക്ലാസ്സില്? ലിജി. മേഘ. റാണി. ഇവിടെ ഇപ്പൊ പഠിപ്പിച്ച പ്രോനൗൺ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് തവണ നൗൺ ഉപയോഗിക്കുന്നതിനെ പറയുന്നു. അപ്പം അത് pronoun is used as substitute for a noun to avoid the repetition. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഷീ, ഹി, യു, വി, ദേ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അത് pronoun എന്ന് പറയുന്നത് 9 types ഉണ്ട്. പേഴ്സണൽ, റിഫ്ലെക്സീവ്, പിന്നെ എംഫറ്റൈ, ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇൻഡെഫിനിറ്റീവ്, റെസിപ്രോക്കല്, ഇൻ്റർഗേറ്റീവ്, പിന്നെ റിലേറ്റീവും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫസ്റ്റ് വണ് പേഴ്സണൽ പ്രോനൗണിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നെയിംസിനെ ഉപയോഗിച്ചുള്ളതാണ്. അപ്പോൾ അതിനകത്ത് 3 എണ്ണമായിട്ട് പേഴ്സണൽ പ്രോനൗൺ തിരിച്ചിട്ടുണ്ട്. സബ്ജക്റ്റീവും, ഒബ്ജക്റ്റീവും, പൊസസീവും. അപ്പോൾ സബ്ജക്റ്റീവ് കൂടുതലും നമ്മൾ സബ്ജക്റ്റിനെ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ അകത്ത് അതിന് സിംഗുലറും പ്ലൂറലുമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഐ, യു, ഹി, ഷീ, ഇറ്റാണ് സിംഗുലർ വരുന്നതും പിന്നെ പ്ലൂറലായിട്ട് വരുന്നത് വിയും ദേയുമാണ്. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളതിനെയാണ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സിംഗുലർ മീ, യു, ഹിം, ഹെയർ, ഇറ്റാണ്. പിന്നെ പ്ലൂറൽ വരുന്നത് ആസ്, യു, ദം. പിന്നെ പൊസസീവ് വരുന്നത് നമ്മളിപ്പോൾ ഒരു ഓണർഷിപ്പിനെ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സിംഗുലർ മൈ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ് എന്നുള്ളതാണ്. പിന്നെ പ്ലൂറൽ വരുന്നത് ഔർ, യുവർ, ദെയർ. മതിയോ മാഡം? മതി. ഓക്കെ.
താങ്ക് യു മാഡം. ഓക്കെ, എന്തായാലും മനസ്സിലായല്ലോ. ഓക്കെ, then ആരാ? സജിത് KP എന്നാണ് കേട്ടോ പ്രൊഫൈൽ നെയിം. അതിന്റെ actual name Sajida. Then the last one Shruti. Okay. ഇതില് ഇങ്ങനെ 3 പേര് വിളിച്ചു, 1-2 പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്. ബാക്കി ആരും മിണ്ടുന്നില്ല. ബാക്കി ആരെങ്കിലും ക്ലാസ്സിൽ ഉണ്ടോ ഇല്ല പറയൂ. ഞാൻ എത്തിനെ പറയട്ടെ. ഓക്കെ, നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോനൗണ്. 9 ടൈപ്സ് ഓഫ് പ്രോനൗൺ ഉണ്ട്. അതിൽ പേഴ്സണൽ പ്രോനൗൺ ആർ യൂസ്ഡ് ഓഫ് ദ നെയിം ഓഫ് ദി പേഴ്സൺ. അതിൽ 3 ടൈപ്സ് ഓഫ് ഉണ്ട്: സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് പൊസസീവ്. അതിലെ ഫസ്റ്റ് വൺ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ used as subject in the sentence. They are I, you, he, she, it, they, they. Objective personal pronoun ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിൻ്റെ they are me, you, him, her, it, us, them. പിന്നെ പൊസസീവ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉണ്ട്. അത് എൻ്റെ, നിന്റെ, നിങ്ങളുടെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ, യുവർ, അവർ, യുവർ, ദെയർ അങ്ങനെയൊക്കെ പറയും. ഓക്കെ. ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ അതെനിക്ക് പ്രസന്റ് ചെയ്യുമ്പോ എനിക്ക് ഓക്കെ ഞാൻ എടുക്കുന്നതൊക്കെയാണ് കുറച്ച് കുറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. അത് എനിക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്കും അങ്ങനെയാണ് അല്ലെ? നിങ്ങൾക്കും തോന്നുന്നുണ്ട് ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കും ഒരു ബോധ്യം വരും. ശരിയല്ലേ? പറയുമ്പോ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടുതലാണ്. ആണോ? എനിക്ക് തോന്നുന്നതാണോ? അത് തോന്നില്ല? ഡ്രൈവിംഗിലായിട്ട് ഇടയ്ക്ക് കട്ടായിരുന്നു എനിക്ക്. അപ്പോ ബാക്കി കുറച്ച് പേരുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഞാൻ എല്ലാവരും പേര് ഞാൻ വിളിച്ചു, അതിൽ കുറച്ച് പേര് മാത്രം റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ബാക്കി എല്ലാവരും ക്ലാസ്സിലുണ്ട്. എനിക്ക് അറിയില്ല ഓൺലൈൻ ആണ്, നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ പ്രൊഫൈലും കാണാം നിങ്ങൾ ഓൺലൈൻ ഉണ്ട്, കാണാം. ഓക്കെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പഠിക്കാനല്ലേ നമ്മൾ ജോയിൻ ചെയ്യുന്നേ അല്ലെ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഓക്കെ, ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ടു ബി ഓണസ്റ്റ് എന്നൊക്കെ പറയാവുന്നതാണ്. ബോറിംഗ് ആണ്. ഓക്കെ, ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ അതും പറയാം. ഇനി മനസ്സിലാവുന്നില്ല മിസ് ചെയ്യാന്ന് പറയാം. ഇത് ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്? ക്ലാസ്സിൽ എത്രയോ പേരുണ്ട് അല്ലെ? എല്ലാവർക്കും ഞാൻ ഒരേപോലെ തന്നെയാണ് ക്ലാസ് വെക്കുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറയണം. കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അയ്യാ ജിൻസി കുഞ്ഞുണ്ട് അടുത്ത്. ഓക്കെ ജിൻസി, എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും അല്ലെ? അത് നിങ്ങള് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എന്നോട് പറയുമ്പോൾ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാലോ. മെസ്സേജ് ത്രൂ ആണെങ്കിലും അല്ലാതെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഹലോ മാം, റേഞ്ച് കട്ട് ആയിട്ടുണ്ടായിരുന്നേ. പറഞ്ഞോട്ടെ മാം. പ്രോനൗൺ എന്ന് പറയുമ്പോൾ നൗണിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പ്രോനൗൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോനൗൺ ആണ്. പേഴ്സണൽ പ്രോനൗൺ മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് നെയിം ഓഫ് എ പേഴ്സൺ. പേഴ്സണൽ പ്രോനൗൺ there are 3 types of personal pronouns: subjective, objective, possessive pronoun. Subjective pronoun എന്ന് പറയുന്നത് used as subject in the sentence. Example I, you, he, she, etc. Objective എന്ന് പറയുന്നത് uses the objective in sentence. Example they, are, me, you, etc. Possessive എന്ന് പറയുന്നത് possessive noun is show to ownership or possessive. Example they, are, my, you, etc. Hello. Okay.
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇംഗ്ലീഷ് ഫസ്റ്റ് കുറച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഓക്കെ ഇംഗ്ലീഷ് എല്ലാം പഠിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നടപടിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോഴേ ബോറടിക്കുന്നു എന്ന് പറഞ്ഞാല് എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മളത് പഠിക്കുന്നത് ഇങ്ങനെയാണ്, ഗ്രാമറാണ് പഠിക്കുന്നത്. സോ ക്ഷമയോടെ പഠിക്കാം, അത്ര എനിക്ക് പറയാം. ക്ഷമയോടെ പഠിക്കാം. സ്പീഡിൽ പോയാലും നിങ്ങൾ പറയും സ്പീഡാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് വളരെ സ്ലോയിലാണ് ക്ലാസ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പോ ഇന്ന് ടോപ്പിക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ പറയുന്ന വേണമെങ്കിൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രോണാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ പോർഷൻ തീരും, ഓക്കെ ആണ്. പക്ഷെ അങ്ങനെ എടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? പഠിപ്പിക്കാനാണ്. വെറുതെ ചുമ്മാ പഠിപ്പിച്ചു പോയാൽ മതിയോ? അല്ല, എന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഇംഗ്ലീഷ് അത്രത്തോളം മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ലേ? അത് എനിക്ക് തോന്നുന്ന കാര്യമാണ്. എനിക്ക് തോന്നാണ് ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ്. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനു വേണ്ടി ക്ഷമയോടെ പഠിക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഞാനും ക്ഷമയോടെ തന്നെയല്ലേ പഠിപ്പിക്കുന്നേ, അല്ലെ? ക്ഷമയോടെ പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണ്ടേ? അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും നിങ്ങൾ ആ ഒരു മര്യാദകൾ കാണിക്കണ്ടേ? ഒന്ന് ആലോചിച്ചു. ഒരാൾ എവിടെ നിന്ന് ഒരു പേര് വിളിക്കുമ്പോ ഒന്നില്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. സംസാരിക്കാൻ പറ്റുന്ന ഇപ്പൊ പറ്റില്ല എന്ന് പറയാം. അല്ല, ഞാൻ ഒരിക്കലും നിങ്ങൾ കമ്പനിയോ പോലും ഫോഴ്സ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പറയുന്നത്. അത് എനിക്കും ബോധ്യം വരും, അതുപോലെ നിങ്ങൾക്കും ബോധ്യം വരാണ് ഞാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, സംസാരിക്കാൻ പഠിക്കാം. അപ്പോ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക പറ്റാവുന്ന രീതിയിൽ. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞാണ്, ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞാണ്, തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയാണ് പോകുകയാണെങ്കിൽ അധികം നാളെ നമുക്ക് 3 സ്റ്റുഡൻസ് ഒന്നും ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഷുവറാണ്. ഇപ്പൊ തന്നെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറയും. 5 or 6 പേര് മാത്രമാവും ക്ലാസ്സിൽ. അതെനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, ഞാനിപ്പോ ഈ സംസാരിക്കുന്ന പോലും എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്നും എനിക്കറിയില്ല. ഞാൻ ഹേർട്ട് ആകാനോ അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെ പറയുന്നതാണ്. ഓക്കെ, അപ്പോ സ്വയം ചിന്തിക്കുക, പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ആലോചിക്കുക. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ക്ഷമയോടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വർക്ക് തരാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ടോപ്പിക് പറയാനാണെങ്കിൽ അത് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇതിൽ ഇത്രയും കാര്യങ്ങൾ എന്തായാലും കമ്പൽസറി ആയിട്ട് ക്ലാസ്സിൽ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളുടെ ആരോടും ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് പറയണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, പറയുന്നുണ്ടോ? അവിടെ എനിക്ക് അങ്ങനെ പറയാലോ, ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരെണ്ണം മിണ്ടൂല. ഷുവറാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. മലയാളമാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും മിണ്ടുന്നില്ല. പിന്നെയാണ് ഇംഗ്ലീഷ്, അല്ലെ? ആലോചിക്കുക നിങ്ങള്. റിലാക്സ് ചെയ്തിരിക്കൂ. ഞാൻ അത്രയും വലിയ സ്ട്രിക്റ്റ് ആണോ? ആലോചിക്കേ, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കംഫർട്ടബിൾ ആണ് ക്ലാസ്? എന്നോട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സംസാരിക്കാൻ ഓക്കെ ആണോ ഞാൻ? യെസ് മാം, ഓക്കെ. എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചുകൂടാ? നിങ്ങൾക്ക് സംസാരിക്കും ചുമ്മാ. ഒരു കംഫർട്ടബിൾ വരും, അല്ലെങ്കിൽ കണക്ടിവിറ്റി വരും. വോയിസ് ക്ലിയർ അല്ല. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, മേഘ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ചില സമയത്ത് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ക്ലിയർ അല്ല, വോയിസ് കേൾക്കുന്നുണ്ട്, പക്ഷെ അത്ര ക്ലിയർ ആവുന്നില്ല. ചില വേർഡ്സ് എല്ലാം മിസ് ആവുന്നുണ്ട്. ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു ഈ റൂം ചേഞ്ച് ചെയ്യുമ്പോ വേറൊരു റൂമിലൊക്കെ മറ്റു ടീച്ചേഴ്സ് ഒക്കെ ഇരിക്കുമ്പോ നല്ല ക്ലിയറിലായിട്ട് കേൾക്കുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഇതില് കുറച്ചൊരു എന്താ പറയാ, സ്പ്രെഡ് ചെയ്ത് പോകുന്ന പോലെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞു? ഞാൻ കേട്ടില്ല. അതായത് ഇപ്പൊ വോയിസ് ക്ലിയർ ആണ്, പക്ഷെ ചില വേർഡ്സ് സംസാരിക്കുന്ന സമയത്ത് മൊത്തം സ്പ്രെഡ് ആയി പോകുന്നതുകൊണ്ട്
ചിലപ്പോൾ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ചിലപ്പോ ഞങ്ങൾ ഇതേപോലെ വേറെ ക്ലാസ്സുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞപ്പോ അവർ ക്ലാസ് ചേഞ്ച് ചെയ്തു. ഈ ബ്ലൂ റൂമിൽ നിന്ന് ഒരു ക്രീം കളർ റൂമിലേക്ക് അവർ ചേഞ്ച് ചെയ്ത്. അപ്പൊ അവരുടെ വോയിസ് നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു അന്ന്. ഇപ്പോ ഈ റൂമിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊരു സ്പ്രെഡ് ആയി പോകുന്ന ഒരു സൗണ്ട് ആണെന്ന്. ഓക്കെ, എന്റെ ക്ലാസ്സിൽ മാത്രമാണോ? അല്ലല്ല, മറ്റുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? ഓക്കെ, ഇപ്പോഴും ഉണ്ടോ അങ്ങനെ തന്നെ? ഫീൽ ചെയ്തോ? മാം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ലേ? ഓക്കെ. മനസ്സിലാകാതെയൊന്നുമില്ല, മനസ്സിലാകുന്നുണ്ട്. ചില സംസാരത്തിൽ മൊത്തം ഒരു സ്പ്രെഡ്, അത് വോയിസ് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ആയി പോകുന്ന പോലെ ഫീൽ ചെയ്യണം. ഓക്കെ, ഞാൻ പറയാം, നോക്കട്ടെ, ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. ക്ലാസ്സിൽ മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കുക, നന്നായിട്ട് അതിൽ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പൊ പറഞ്ഞ പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ജസ്റ്റ് വായിച്ചു വെക്കാൻ മതി, കാരണം അത് നമ്മൾ പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ നിന്ന് പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി, വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. Okay, so it's time to end the today's class. Thank you all, and once again, Happy New Year to all. Thank you, ma'am. Happy New Year. Thank you, ma'am. Happy New Year.